തിരുവനന്തപുരത്തിന്റെ അകാലത്തിൽ അജ്ഞാതനായി ചത്തുപോയ കവിയുടെ അതെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗതി കവിത ഇങ്ങനെ വായിക്കാൻ വീടില്ലാത്തവരോട് വീടിന് പേരിടാൻ, കുട്ടികളില്ലാത്തവരോട് കുട്ടിക്കൊരു പേരിടാൻ പറയുമ്പോൾ വീടും കുട്ടികളും ഇല്ലാത്തവരുടെ തീയായിരുന്നു. ജനിതകം കൊണ്ട് വേറുന്ന ഒരു ജീവിതം പോലും ശേഷിപ്പിക്കാതെ കടന്നു പോകുന്ന വൈദികരുടെയും സന്യസ്തരുടെയും ഈ ചെറിയ ബാണുകൾ അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവം കൈകളിലേക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉടനായ ഉടലെല്ലാം ഒപ്പമുള്ള സിദ്ധമായ പാത്രമായി മാറും. ഹൃദയചിതകൾ സ്തന്യമുള്ളത്. അങ്ങനെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ശുശ്രൂഷകളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയത്. ഒപ്പം എന്നെ സെമിനാരിൽ എഴുതാൻ നമ്മുടെ പിതാവ് വാക്യം നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടുത്തെ പഴമയെ ബഹുമാനിക്കുക, തുണയ്ക്കുക. അങ്ങനെയാണ് വൈദികൾ പ്രത്യേകിച്ച് പ്രായവും പീഡകളുമുള്ള വൈദികരെ പ്രത്യേകം ചേർത്ത് പഠിക്കുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ശുശ്രൂഷകളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് തേജസ്സും ഓടപ്പുറവുമെല്ലാം പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. On this auspicious occasion, I must name and thank the generous support of my society in Switzerland. It's called India Sustainable Education for Women and Generation. I remember with gratitude Juliana Dinal, the secretary and accountant of the society, for her dedicated service and support. Also the auditors, Marcelina Fleury and Maurice Wiesens. The projects we are actualizing here in India from Sea Foundation is not only through my salary but also with the generous support of the people where I am appointed in Switzerland, such as the right leaders and support parishes, right leaders, Denise Balanasa and the Dean. I remember with gratitude all wholehearted support of these people for bringing actualized a dream here in India, in my region. When considering this particular project, I was thanked and remember Mao's success, great support for the project. And also last week, in the beginning of this month, I was here with the 20 people from Switzerland from my parishes. And they also visited and fascinated with the project, and they started contributing for the noble causes, especially Rene and Tori and Erika and Mike. And in this occasion, I would like to remember a great supporter of India. She is not with us, no more with us. Sylvia the Golda, let's rest in eternal joy of God. And I would like to appreciate the dedication and commitment of the sisters here. When Sister Polishi, you can feel how that such a noble and dedicated sisters are belonging to your hearts. Really appreciate it. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവരുടെ പാദങ്ങളിൽ തൊട്ട് നിൽക്കണമെന്ന്. അമ്മമാരെ പോലെ അമ്മയായിട്ട് ദൈവത്തിൻ്റെ ചേർത്ത് പിടിക്കുന്ന
അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മയും ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹവും കരുതലുകൊണ്ടും തുണയ്ക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഈ കുഞ്ഞുമാലാഖമാർ അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത നിലയിലേക്ക് എത്തിച്ചേരുക എന്ന് കൊതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ചെറിയ പിറന്നാകാൻ കഴിഞ്ഞാൽ വീണ്ടും വെയിൽ കൊള്ളാൻ ഞാനുണ്ട്. ഇവർക്ക് അല്പം പ്രകാശമാകാൻ കഴിഞ്ഞാൽ എരിഞ്ഞിറങ്ങാൻ. താങ്ക് യു.